ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലുവയിലുള്ള പടിഞ്ഞാറേ കടങ്ങല്ലൂർ അല്ലെങ്കിൽ വെസ്റ്റ് കടങ്ങല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ്. അതുവഴി കളമശ്ശേരി ലക്ഷ്യമാക്കിയുള്ള റൂട്ടിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറേ കടങ്ങല്ലൂർ കഴിയാറായിരിക്കുകയാണ്. ഓഞ്ഞിത്തോട് പാലം എന്ന ചെറിയൊരു പാലത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. രാവിലെ ചെറിയ തിരക്കൊക്കെ ഉണ്ട്, സ്കൂൾ ബസ്സിൻ്റെയൊക്കെ. എന്നാലും നമ്മളിപ്പോൾ ഓഞ്ഞിത്തോട് പാലത്തിൻ്റെ മണ്ടയിൽ കൂടെ കയറി മുപ്പത്തടം എന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത്തടമാണ്. മുപ്പത്തടം ആലുവയിലെ വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ്. റോഡുകളൊക്കെ അല്പം ഇച്ചിരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്പം പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. കുറച്ച് വാട്ടർ അതോറിറ്റിയുടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട്. പൈപ്പുകൾ മാറ്റിയിടുന്ന വർക്ക് നടക്കുന്നുണ്ട്. എല്ലാം റോഡൊക്കെ കുറച്ചൊരു 1 കിലോമീറ്ററോളം 1.5 കിലോമീറ്ററോളം പൊളിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ആലുവ വഴി കളമശ്ശേരിക്ക് പോകാൻ ഹൈവേയിൽ ബ്ലോക്ക് ആണെങ്കിൽ ഈ റൂട്ടാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. വലിയ തിരക്കില്ല. സാറിന് അവിടെ ബ്ലോക്ക് വരുമ്പോൾ ഇതുവഴിയാണ് ആൾക്കാർ വണ്ടി ഡൈവേർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ മുപ്പത്തടം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഡ്രൈവ് ചെയ്ത് നമ്മൾ മുപ്പത്തടം ജംഗ്ഷൻ എത്തി. ഇവിടെ ധാരാളം കടകളും വ്യാപാര സ്ഥാപനങ്ങളും നമുക്ക് കാണാം. റൈറ്റ് സൈഡിൽ ഒരു ദേവാലയമൊക്കെ ഉണ്ട്. ജംഗ്ഷൻ തന്നെ ഒരു അമ്പലമുണ്ട്, വളരെ പുരാതനമായ. നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നേരെ എടയാർ എത്തും. എടയാർ കഴിഞ്ഞൊരു പാലം കഴിഞ്ഞ് പാതാളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ ഒരു ജംഗ്ഷനുണ്ട്, നാൽക്കവലയുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ പോയാലും ലെഫ്റ്റ് എടുത്താലും നമുക്ക് കളമശ്ശേരി എത്താം. അപ്പോൾ നമ്മൾ ഏതായാലും പതുക്കെ എടയാർ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എടയാർ എന്ന് വെച്ചാൽ ശരിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. വളരെയധികം ഫാക്ടറികളും അങ്ങനെയുള്ള വളരെയധികം സ്ഥാപനങ്ങളുള്ളൊരു സ്ഥലമാണ് ഈ എടയാർ എന്ന് പറഞ്ഞാൽ. അതിനനുസരിച്ച് ചെറിയ പൊല്യൂഷനും ഇവിടെ കൂടുതലാണ്. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് പൊല്യൂഷൻ ഇച്ചിരി വായുമലിനീകരണം ഇച്ചിരി കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ പാലം കഴിഞ്ഞാൽ നേരെ പാതാളം ജംഗ്ഷനാണ്. ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. അവിടുന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ലെഫ്റ്റ് എടുത്ത് നേരെ നമ്മൾ കളമശ്ശേരിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഏതായാലും വീഡിയോ കാണുക. അങ്ങനെ നമ്മൾ പാതാളം ജംഗ്ഷനിലെത്തി. അവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ഹമ്പൊക്കെ ഉണ്ട്, അത് ശ്രദ്ധിച്ചാണ് എടുക്കാൻ. അപ്പോൾ ഇവിടെ മൊത്തം കൂടുതലും ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഫാക്ടറിയിലേക്ക് പോകുന്ന ലോറികളും ടിപ്പറും ഒക്കെ ധാരാളം പോകുന്ന ഒരു റൂട്ടാണ്. പക്ഷേ പകലായതുകൊണ്ട് അധികം കാണുന്നില്ല നമുക്ക്. അപ്പം ഈ റോഡ് നമ്മൾ നേരെ പോയി പിന്നെ നേരെ പോയിട്ട് പിന്നെ റൈറ്റ് എടുത്ത് നേരെ എറണാകുളത്തെ കണ്ടെയ്നർ ടെർമിനൽ റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഓക്കെ, അവിടുന്ന് പിന്നെയും
ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ നാഷണൽ ഹൈവേ 66 കയറും. അവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരെ കളമശ്ശേരി ജംഗ്ഷനാണ്. അത് കളമശ്ശേരി കഴിഞ്ഞപ്പോൾ നേരെ എറണാകുളം, ആലപ്പുഴ, അങ്ങനെ നമുക്ക് ഹൈവേ കൂടെ തന്നെ പോകാൻ സാധിക്കും. അപ്പോൾ അതിലും ഈ റോഡ് അത്യാവശ്യം ഇന്ന് നമുക്ക് തിരക്കൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത് കളമശ്ശേരി ലക്ഷ്യമാക്കി, അതിനു മുമ്പ് കണ്ടെയ്നർ ടെർമിനൽ റോഡിലോട്ട് നമ്മൾ ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കണ്ടെയ്നർ ടെർമിനൽ റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ റോഡ് നേരെ എത്തുന്ന കണ്ടെയ്നർ ടെർമിനൽ റോഡിലോട്ടാണ്. അവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് നാഷണൽ ഹൈവേ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തുടരുന്നതാണ്. ഇത് നമ്മളിപ്പം കണ്ടെയ്നർ ടെർമിനൽ റോഡിലോട്ട് കയറി. അല്പം മുന്നോട്ട് പോകുക നമുക്ക് ഇടത്ത സൈഡിൽ തന്നെ ഡെക്കാത്ലോൺ എന്ന് പറഞ്ഞ ഒരു സ്പോർട്സിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോറൂം കാണാം. ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ പ്രമുഖ ഒരു ചെയിനാണ്. അവർ എല്ലായിടത്തും അവർക്ക് സ്റ്റോർസ് ഉണ്ട്. മിക്ക പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അവർക്ക് സ്റ്റോർസ് ഉണ്ട്. അത്യാവശ്യം ന്യായമായ വിലയ്ക്കാണ് ഐറ്റംസൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാണാം കണ്ടെയ്നർ ടെർമിനൽ റോഡ് നമ്മൾ നേരെ പോകണം. നേരെ പോകുമ്പോൾ മേളിൽ കൂടി ചെറിയ ഒരു ബ്രിഡ്ജ് കാണാം, ഓവർ ബ്രിഡ്ജ്. അത് നാഷണൽ ഹൈവേയുടെ ബ്രിഡ്ജാണ്. നേരെ നമ്മൾ കയറുന്നത് നാഷണൽ ഹൈവേയിലോട്ടാണ്. നമ്മൾ നാഷണൽ ഹൈവേ മുട്ടിയിരിക്കുകയാണ്. അവിടെ നമ്മൾ റൈറ്റ് എടുത്ത് നാഷണൽ ഹൈവേയിൽ നമ്മൾ കയറി. നാഷണൽ ഹൈവേ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് വെച്ചാൽ നല്ല ബ്ലോക്കാണ്. നല്ല കട്ട ബ്ലോക്കാണ്. ഇനി ഇവിടുന്ന് പതുക്കെ നിരങ്ങിയേ പോകത്തുള്ളൂ. പ്രത്യേകിച്ച് മഴയുള്ളൊരു ദിവസമായതുകൊണ്ട് എല്ലാവരും വാഹനങ്ങളുമായിട്ട് ആണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാറുകളൊക്കെ എടുത്തുകൊണ്ടാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. ജോലിക്ക് പോകുന്നതും മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതല്ല. എല്ലാവരും ബൈക്ക് ഉപയോഗിക്കാറില്ല. ഈ മഴയുള്ളപ്പോൾ ബൈക്ക് കുറച്ച് ആൾക്കാരെ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഇവിടെ കണ്ടുപോകാനും ഉള്ളത്. അല്ലെ തന്നെ ഈ നാഷണൽ ഹൈവേ ഇവിടെ കയറുമ്പോൾ, കണ്ടെയ്നർ റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ മിക്ക ദിവസങ്ങളിലും ഓഫീസ് ടൈമിൽ നല്ല ബ്ലോക്ക് ഉള്ളതാണ്. അപ്പോൾ നമ്മളേതായാലും പ്രീമിയർ ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിലാണ് കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ വഴിയാണ് നമ്മുടെ യാത്ര ഇനി തുടരുന്നത്. ഏതായാലും അതുവരെ നിങ്ങൾ വീഡിയോ കണ്ട് ആസ്വദിക്കുക.